അത് ബാംഗ്ലൂരിൽ നിന്ന് കനകപുരയ്ക്കുള്ള റോഡാണ്. ബാംഗ്ലൂർ കനകപുര റോഡിൽ ഹൊസദുഡ്ഡി എന്ന ഗ്രാമത്തിലാണ് നടരാജഗുരുവിൻ്റെ ആസ്ഥാനമായിരുന്ന ബാംഗ്ലൂർ നാരായണ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഫെബ്രുവരി 18 നടരാജഗുരുവിൻ്റെ ജന്മദിനമാണ്. എല്ലാ വർഷവും ഫെബ്രുവരി 18 അല്ലെങ്കിൽ തൊട്ടടുത്ത ഞായറാഴ്ചയോ, ഇത്തവണ ഫെബ്രുവരി 18 ഞായറാഴ്ചയും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് ഞായറാഴ്ച തന്നെ. ഒരുപാട് ആളൊന്നും ഉണ്ടാവില്ല. ഗുരുകുലത്തെ പറ്റി അറിയാവുന്ന ആളുകൾ എന്നുവെച്ചാൽ ഒരു അറിവിൻ്റെ ഇടം എന്നുള്ള നിലയ്ക്കും ഗുരുവിനെ അറിവായി ആദരിക്കുന്ന ഒരിടം എന്നുള്ള നിലയ്ക്കും ഗുരുകുലം നിലനിൽക്കുന്നു. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ വലിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അത്തരം എടുപ്പുകളോ ഒന്നും ഇല്ലാതെ ഇവിടെ വരുന്നവർക്ക് അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യം ഗുരുകുലത്തിനുണ്ട്. എല്ലാവർക്കും, അറിയുന്നവർക്കും അറിയാത്തവർക്കും അപരിചിതർക്കും വഴിപോക്കർക്കും ആർക്കും വരാവുന്ന അധിവസിക്കാവുന്ന ഒരിടം. സമാധാനം തേടിയുള്ള യാത്രയിൽ വളരെ അനൗപചാരികമായി നമുക്ക് വന്ന് പാർക്കാൻ കഴിയുന്ന ഇടങ്ങളിലൊന്നാണത്. നിങ്ങൾ സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സോക്കോൾഡ് ആഡംബരങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇവിടുത്തെ മരങ്ങളും ചെടികളും പക്ഷികളും അത്തരം ആ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് ഉണക്കാലം ആയതുകൊണ്ട് മൊത്തത്തിൽ ഇത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. ആളുകൾക്ക് വന്നിട്ടുണ്ട്, അപ്പുറത്ത് ഹോളിലെ ആളുകളുണ്ട്. എന്നാലും ഇവിടെ ഒന്ന് ഇത് സരസ്വതി ക്ഷേത്രമാണ്. ഇവിടെ ഒരു കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ നിലവിലുള്ള ക്ഷേത്ര സങ്കല്പങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി വളരെ എന്താണ് ഇതൊരു സരസ്വതി ക്ഷേത്രമാണ്. അത്തരത്തിലുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ്. നമുക്ക് നമ്മളെ തന്നെ കണ്ണാടിയിൽ കാണാമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇതിങ്ങനെ കണ്ടാലൊരു പക്ഷേ ഏതോ ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം പോലെ തോന്നുമെങ്കിലും ഇത് അത്തരം ഒരു കലാകൃതിയായി രൂപപ്പെടുത്തിയതാണ്. ഗുരുകുലത്തിൻ്റെ നാനാഭാഗങ്ങളിലോട്ട് ഇത്തരം പലവിധ ഈ സങ്കല്പങ്ങൾ, ജ്യാമിതീയ രൂപങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഗുരുകുലം ഇപ്പോൾ ഇന്ന് നടരാജഗുരുവിൻ്റെ ജന്മദിനമായതുകൊണ്ട് അവിടെ കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതിന് കല്യാണി എന്നാണ് പറയുന്നത്. ഗുരുകുലത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം. മറ്റൊന്ന്, നടരാജഗുരു വിവക്ഷ ചെയ്ത മാതിരിയുള്ളൊരു ഗുരുകുലത്തിൻ്റെ ഈ നടത്തിപ്പ് ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ അറിവിൻ്റെ പകർച്ചയ്ക്കായിട്ട് കുറച്ച് വിവർത്തനങ്ങളോ അല്ലെങ്കിൽ കുറച്ച് പ്രാർത്ഥനകളോ അല്ലാതെ മറ്റു ഗൗരവമായ എന്തെങ്കിലും ഒരു പദ്ധതി ഗുരുകുലം മുഖേന കാര്യക്ഷമമായി അതേസമയം പതിവായി നടന്നു വരുന്നതായിട്ട് അറിവില്ല.